ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മോസി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോണത് മക്കളെ. അപ്പോൾ ആ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഹോങ് ഹോങ് ടൂക്ക് ടൂക്ക് എന്നാണ്. ഇവിടെ ഹോങ് ഹോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബസ്സിൻ്റെ ഹോണിൻ്റെ സൗണ്ടിനാണ് കേട്ടോ ഹോങ് ഹോങ് എന്ന് പറഞ്ഞത്. ഇവിടെ ടുക്ക് ടുക്ക് എന്ന് പറഞ്ഞാൽ ആ ബസ്സിൻ്റെ കൂടെ ഒരു കാറ് കാണുന്നുണ്ടല്ലോ, ആ കാറിൻ്റെ ഹോണിനാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം കേട്ടോ. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്, ഒരു ബ്ലൂ ബസ്സാണ്. ദ ബസ് ഈസ് എ ബിഗ്, ഇതൊരു വലിയ ബസ്സാണെന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്താണ് ഈ കളറ്? ഈ ബസ്സിൻ്റെ കളർ എന്താണെന്നാണ് ചോദിക്കണത്. എന്താ കളറ്? ബ്ലൂ കളറാണല്ലേ. അപ്പോൾ ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് എ സ്മോൾ. ഇത് എന്താണ്? ഒരു കാറാണ്. അപ്പോൾ ഈ കാറിൻ്റെ കളർ എന്താണ്? റെഡാണ്. ഈ കാറ് എന്താണ്? സ്മോളാണ്. ഈ ബസ്സിനെ സംബന്ധിച്ച് ഈ കാറ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണല്ലേ, അതാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് കളറ് മക്കളെ? റെഡ് കളറാണല്ലേ. ഐ ആം എ ബസ്, ബസ് പറയാണ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്, ഞാനൊരു ബസ്സാണ്, ഞാൻ ഹോങ് ഹോങ് ബസ്സാണ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഈ ബ്ലൂ ബസ് എവിടെയാണ്? ഓൺ ദ റോഡുമലാണ്. റോട്ടുമലല്ലേ പോണത് ബസ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കല്ലേ. വേർ ഈസ് ദ ബസ് ഗോയിങ്? എങ്ങോട്ടാണ് ഈ ബസ് പോണത്? അത് നമ്മുടെ ഓപ്ഷൻ ആണല്ലേ, നമ്മൾ ഇഷ്ടം പോലെ ആൻസർ ചെയ്യാം ആ ബസ് എങ്ങോട്ടാ പോണെന്ന്. ഐ ആം എ കാർ, ഐ ആം എ കാർ. ടുക് ടുക് കാർ. എന്താണ് കാർ? എന്താ പറഞ്ഞത്? ഞാനൊരു കാറാണല്ലേ. ടുക് ടുക് കാറാണ്. എൻ്റെ ഹോണിൻ്റെ സൗണ്ട് എന്താണ്? ടുക് ടുക് ആണെന്നാണ് പറയുന്നത്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഈ റെഡ് കളറിൽ കാർ എവിടെയാണ്? റോഡുമലാണല്ലേ. എവിടെ പോവല്? റോട്ടുമലൂടെയാണല്ലോ പോവല്. അപ്പോൾ വേർ ഇസ് ദ കാർ ഗോയിങ്? എവിടെയാണ്, എങ്ങോട്ടാണ് കാർ പോണത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമായ സ്ഥലം മക്കളെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. എന്താണ് ബസ് പറയണത്? എനിക്കൊരു ഹോൺ ഉണ്ട്. ആ ഹോൺ എങ്ങനെയാണ്? ഹോങ് ഹോങ് ഹോൺ ആണ് അല്ലേ. അപ്പോൾ ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ് സൗണ്ട് ഹോങ് ഹോങ്. അപ്പോൾ ഈ എന്താണ് ട്രാഫിക് പോലീസ് എന്താ പറയുന്നത്? ഈ ബസ്സിന് ഒരു ഹോൺ ഉണ്ട്, ആ ഹോണിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഹോങ് ഹോങ് അങ്ങനെയാണല്ലേ. അപ്പോൾ ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? അപ്പോൾ നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. അപ്പോൾ ഈ ബസ്സിന്, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബസ്സിന് ആകെ ഒരു ഹോൺ മാത്രമേ ഉള്ളൂ. ബാക്കി എന്തൊക്കെയോ ഒരു ബസ്സിനെ സംബന്ധിച്ചുണ്ട്. വിൻഡോ ഉണ്ടല്ലേ, ഡോർ ഉണ്ടല്ലേ, വീൽസ് ഉണ്ടല്ലേ, അങ്ങനെ ഒരുപാട് സാധനം ഒരു ബസ്സിനുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ. ഐ ഹാവ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. അപ്പോൾ എന്താണ് കാർ എന്താ പറഞ്ഞത്? എനിക്ക് ലൈറ്റ് ഉണ്ട് അല്ലേ. എന്ത് കളർ ലൈറ്റാണ് ഉള്ളത്? വൈറ്റ് കളർ ലൈറ്റ്സ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? കാറ് പറയുന്നത് അല്ലേ. അപ്പോൾ ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈ കാറിന് 2 ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് എന്താണ് കളർ? എന്താണ്? വൈറ്റ് കളറാണെന്നാണ് പറയുന്നത്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കല്ലേ. ദ കാർ ഹാസ് മെനി പാർട്സ്, ക്യാൻ യു നെയിം ദം? ഈ കാറിന് ഒരുപാട് പാർട്സ് ഉണ്ടല്ലേ. എന്തൊക്കെയുണ്ട് കാറിന്? സീറ്റ് ഉണ്ട്, വിൻഡോ ഉണ്ട്, ഡോറുണ്ട്, വീൽസ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരു കാറിന് ഉണ്ടാവുമല്ലേ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഐ റൺ ഫാസ്റ്റ്, ഞാൻ നല്ല സ്പീഡിൽ പോവും എന്നാണ് ആര് പറയണത്? ബസ് പറയണത്. മീ ടു. അപ്പോൾ കാറ് പറയാണ് മീ ടു, ഞാനും നല്ല സ്പീഡിൽ പോകുന്ന പറയാണ്. ഹേയ്, ദ ബസ് റൺ ഫാസ്റ്റ്, ദ കാർ റൺ ഫാസ്റ്റ്. അപ്പോൾ ഈ ബസ്സും കാറും നല്ല സ്പീഡിൽ പോകുന്നതാണ് പറയുന്നത്. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ് ഈസ് ഇറ്റ് ഗുഡ്?
അപ്പം ഈ കാറും അതേപോലെ ബസ്സും സ്പീഡിൽ പോകുന്നത് നല്ലതാണോ എന്നാണ് ഇവിടെ ചോദിച്ചത്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ആക്സിഡൻറ്റും കാര്യമൊക്കെ ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെ ആൻസർ കിട്ടോ. നമുക്ക് അടുത്ത് നോക്കല്ലേ. ഹോങ് ഹോങ് ഹേയ് കാർ ഗീവ് വേ. അപ്പോൾ ഹോങ് ഹോങ് ഹോൺ അടിച്ച് കണ്ട് പറയാണ് കാറിനോട് ഗീവ് അവേ, എനിക്ക് സ്ഥലം തരൂ പോവാന്ന് പറയാണ്. ആരോട്? കാറിനോട് കേട്ടോ. അപ്പോൾ സ്റ്റോപ്പ് ഷോട്ട് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ഈ ഷൗട്ട് ചെയ്തു ആര്? പോലീസ് ഓഫീസർ ഈ കാറിനോടും ബസ്സിനോടും. എന്തിനാണ് ഷൗട്ട് ചെയ്തത്? അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുമല്ലേ. പക്ഷെ രണ്ടും സ്റ്റോപ്പ് ചെയ്തില്ലല്ലേ. കാറും ബസ്സും സ്റ്റോപ്പ് ചെയ്യാതെ പോയി. അപ്പോൾ ടുക് യു മൂവ്. അപ്പോൾ ടുക്കിനോട് എന്താണ് പറഞ്ഞത്? യു മൂവ് എന്ന് പറഞ്ഞു, നീ മാറൂ എന്ന് പറഞ്ഞു. പക്ഷെ ഓലും എന്തായില്ല, നീങ്ങില്ലല്ലേ. വാട്ട് വിൽ ഹാപ്പൻ നൗ? എന്താണ് അപ്പോൾ അവൾ സംഭവിച്ചത്? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? പോലീസ് ഓഫീസർ ഓലോട് കുറേ മാറാൻ പറഞ്ഞു, പക്ഷെ ഓല് മാറിയില്ല. ആ സ്പീഡ് കൊണ്ട് എന്ത് നടന്ന്? ആക്സിഡൻറ്റ് ഉണ്ടായല്ലേ മക്കളെ. അപ്പോൾ ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. അതായത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് പണിയായി. അതന്നെ. അപ്പോൾ വേർ ഈസ് ദ പോലീസ് ഓഫീസർ? അപ്പോൾ വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ എവിടെയാണ്? കുറേ പോലീസ് ഓഫീസർ തടയാൻ നോക്കിയല്ലേ. അപ്പോൾ ദ പോലീസ് ഓഫീസർ ഈസ് ഡു ഹിസ് വർക്ക് ബട്ട് ദേ ആർ ഡു നോട്ട് ഡു എനിത്തിങ് ടു സ്റ്റോപ്പ്. അതാട്ടോ മക്കളെ ഉത്തരം. ഹോ മൈ ഹോൺ. എന്നിട്ട് നമ്മുടെ ബസ് എന്താ ചെയ്യണത്? ഭയങ്കര സങ്കടമായല്ല നമ്മുടെ ബസ്സിന്. കാരണം എന്താണ്? ബസ്സിൻ്റെ പ്രിയപ്പെട്ട ഹോണ് അടിയിൽ വീണു അല്ലേ. ദ ഹോൺ ഫെൽ ഡൗൺ. ആ ഹോണ് ഫെൽ ഡൗൺ, അടിയിലേക്ക് വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും അടിയിലേക്ക് വീണു അല്ലേ. കാറും കേടായി. ഹോ മൈ ലൈറ്റ്സ്. ആ കാറിന് ഭയങ്കര സങ്കടമായി. കാരണം എന്താ? ലൈറ്റ് പോയല്ലേ. വാട്ട് ഹാപ്പൻ ടു ദ ബസ്. എന്താണ് ബസ്സിന് സംഭവിച്ചത്? ബസ്സിൻ്റെ ഹോണ് പോയി, ബസ് കേടായി. വാട്ട് ഹാപ്പൻ ടു ദ ലൈറ്റ്. എന്താണ് സംഭവിച്ചത്? കാറിൻ്റെ ലൈറ്റ് പോയല്ലേ. ദ ലൈറ്റ് ഈസ് ഗോൺ, ഫെൽ ഡൗൺ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ബസ് പറയാണ് ദിസ് ഈസ് യുവർ മിസ്റ്റേക്ക് കാറിനോട്, അത് നിൻ്റെ തെറ്റാണിത്. അപ്പോൾ കാർ എന്താ പറഞ്ഞത്? നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ബസ്സിനോട് പറയാണ്. ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. രണ്ട് പേരും ഭയങ്കര ആംഗ്രി ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടേ നിന്നു. വൈ ഈസ് ദ ബസ് ആംഗ്രി? വൈ ഈസ് ദ കാർ ആംഗ്രി? ബിക്കോസ് ഓഫ് ദൈ ബസ് ആൻഡ് കാർ കം ടു ഡാമേജ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഐ ആം സോറി. അപ്പം എന്താണ് പറഞ്ഞത്? പോലീസ് ഓഫീസർ പറഞ്ഞല്ലേ ബസ് നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. അപ്പോൾ സോറി പറയാൻ സമ്മതിച്ചു ബസ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. അപ്പോൾ കാറിനോടും പറഞ്ഞു നിൻ്റെ മിസ്റ്റേക്ക് കൂടിയാണ് ഇതിങ്ങനെ ആവാൻ കാരണം. അപ്പോൾ കാർ എന്താ പറഞ്ഞത്? സോറി സാർ. അപ്പോൾ ഹൂ മേഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് നോക്കണത്. ഹൂ മേഡ് ദ മിസ്റ്റേക്ക്? ആരാണ്? രണ്ട് പേരും തുല്യരാണല്ലേ, രണ്ട് പേരും ഒരേപോലെ തെറ്റ് ചെയ്തു അല്ലേ. വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? ദിസ് ഈസ് എ യുവർ മിസ്റ്റേക്ക്, ഡീൽ വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയർ ഈസ് യുവർ ഹോൺ. അപ്പോൾ ചോദിച്ചാണ് ഇതാണോ നിൻ്റെ ഹോൺ എന്ന് ബസ്സിനോട് ചോദിക്കുകയാണ്. അപ്പം എന്താണ്? ഭയങ്കര സന്തോഷമായല്ലേ. ഹൂ ഹെൽപ്പ് ദ ബസ്? ആരാണ് ഹെൽപ്പ് ചെയ്തത്? മങ്കിയാണല്ലേ. ഹൂ ഹെൽപ്പ് ദ കാർ? ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്തത്? നമുക്ക് നോക്കല്ലേ. കൗവാണ് കാറിനെ ഹെൽപ്പ് ചെയ്യണത്. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഹിയർ ഇസ് യുവർ ലൈറ്റ്. ആരാണ് വെച്ച് കൊടുക്കുന്നത്? കൗവാണല്ലേ വെച്ച് കൊടുക്കുന്നത്. ദ ഹോൺ ഈസ് റെഡി. ഹോണും റെഡിയായി. ദ ലൈറ്റ് ഈസ് റെഡി. ലൈറ്റ് റെഡി ആയല്ലേ. ദി ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. രണ്ട് പേരും ഭയങ്കര ഹാപ്പി ആയല്ലേ. അങ്ങനെ
താങ്ക് യു സാർ എന്ന് പറഞ്ഞിക്കാണ്ട് കാറ് പോയി. ഭയങ്കര സന്തോഷമായിക്കാണ്ട്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താണ് ഇനി ഇതേപോലെ നല്ല സ്പീഡ് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് ആരാ പറയണത്? പോലീസ് ഓഫീസർ പറയാണ് 2 പേരോട് കേട്ടോ. അപ്പോൾ എന്താണ് ഓല് പറയുന്നത്? ബൈ എന്ന് പറഞ്ഞിട്ട് ഓല് പോവാണ്. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? നോ, ബിക്കോസ് വൈ? ദെയർ കാൻ ആക്സിഡൻറ്റ്, ദാറ്റ് വൈ ദേ വിൽ നോട്ട് അഗൈൻ റിപ്പീറ്റ് ദാറ്റ്. അപ്പം അതാണ് കേട്ടോ അതിൻ്റെ ഉത്തരം. ഈ ചെറിയ കഥ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചു.